ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന പോയത്തിൻ്റെ ലെറ്റസ് അപ്രീസിയേറ്റ് എന്ന് പറയുന്ന സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നൗ റീഡ് ദ എക്സ്ട്രാക്ട് അഗെയിൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. അപ്പം മുകളിൽ കൊടുത്തിട്ടുള്ള ഭാഗം ഒന്നും കൂടി വായിച്ചു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, താഴെ കൊടുത്തിട്ടുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കി ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലമൊക്കെ നമ്മൾ ഫിൽ ചെയ്യണം. അപ്പം നമുക്കറിയാം, നമ്മുടെ കവിതയിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ് ലൈഫിന് 7 സ്റ്റേജസ് ഉണ്ട് എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഏജാണ് അല്ലെങ്കിൽ സ്റ്റേജ് ആണെന്ന് അതിൻ്റെ താഴെ നമ്മൾ എഴുതണം. പിന്നെ എന്താണ് ഡിസ്ക്രിപ്ഷൻ, അതായത് ഈ ഒരു സ്റ്റേജിനെ കുറിച്ചുള്ള ചെറിയൊരു വിവരണം അല്ലെങ്കിൽ നിർവചനം എന്ന് പറയാം. അപ്പം നമ്മളുടെ പോയം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ പോയത്തിൻ്റെ കംപ്ലീറ്റ് മലയാളം എക്സ്പ്ലനേഷൻ അടങ്ങുന്ന വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി കീ ഇമേജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലങ്കാര പ്രയോഗങ്ങളാണ്. ഓക്കെ, അത് നമ്മൾ കവിതയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ എഴുതണം. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് എന്താണ് സ്വഭാവ സവിശേഷതകൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിനെ നമ്മൾ എന്താണ് പറയുക, ഇൻഫാൻറ്റ് അല്ലേ, കൈക്കുഞ്ഞാണ്. ഇനി ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് എന്ത് കൊടുക്കാം, ക്രൈയിങ് ആൻഡ് വൊമിറ്റിംഗ് ഇൻ ദ നേഴ്സസ് ആംസ് അല്ലേ, അതായത് നേഴ്സിൻ്റെ കയ്യിലിരുന്നുകൊണ്ട് കരയുകയും അതേപോലെ വൊമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന കുട്ടി. അതാണ് ഇവിടെ ഡിസ്ക്രിപ്ഷനായിട്ട് വരിക. പിന്നെ എന്താണ് കീ ഇമേജറി, അതെന്താണ് മ്യൂളിങ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നേഴ്സസ് ആംസ്. അതാണ് നമ്മൾ പോയത്തിൽ കണ്ടിട്ടുള്ളത് അല്ലേ. മ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ സോഫ്റ്റായിട്ട് പതിഞ്ഞ സ്വരത്തിൽ കുട്ടി കരയുന്നതിനെയാണ് മ്യൂളിംഗ് എന്ന് പറയുക. പ്യൂക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തികട്ടുന്നതിനാണ്, വൊമിറ്റ് ചെയ്യുന്നതിനാണ് പറയുക. ഓക്കെ, ഇനി എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇന്നസെൻറ്റ്, വൾണറബിൾ ആൻഡ് നീഡി. ഇന്നസെൻ്റ് ആണ് അല്ലേ, വളരെ നിഷ്കളങ്കമാണ് അല്ലേ. ശൈശവം എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു സ്റ്റേജാണ്. അതേപോലെ എന്താണ്, എല്ലാ കാര്യത്തിനും ആളുകൾ കൂടെ വേണം. അമ്മയാണെങ്കിലും അല്ലെങ്കിൽ ടേക്ക് കെയർ ചെയ്യാൻ എപ്പോഴും ഒരാൾ എന്താവശ്യത്തിനാണെങ്കിലും വേണം അല്ലേ. ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റേജ്, എന്താണ് സ്കൂൾ ബോയ് ആണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്താ കൊടുക്കുക, ഹി റിലക്റ്റൻ്റ്ലി ഗോ ടു സ്കൂൾ വിത്ത് ഹിസ് ബാഗ് ആൻഡ് എ സാഡ് ഫേസ്. അപ്പം എന്താണ് വിമിഷ്ടത്തോടു കൂടി അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലാതെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. കയ്യിൽ ബാഗും ഉണ്ടാവും, പിന്നെ എന്താണ് സാഡായിട്ടുള്ള ഫേസുമായിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നാണ് നമ്മുടെ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കീ ഇമേജറി എന്താണ്, ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. അതായത് ക്രീപ്പിംഗ് ലൈക്ക് എ സ്നെയിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒച്ചിനെ പോലെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അൺവില്ലിംഗ്ലി ടു സ്കൂൾ, അതായത് മനസ്സില്ലാ മനസ്സോടെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതാണ് കീ ഇമേജറി എന്ന് പറയുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ലേസിനെസ് ആൻഡ് ഹെസിറ്റേഷൻ. ലേസിനെസ് എന്ന് പറഞ്ഞാൽ എന്താ, മടിയാണ് അല്ലേ. പിന്നെ ഹെസിറ്റേഷൻ, ഒരു ശങ്കയോട് കൂടിയിട്ടാണ് പോകുന്നത്. പിന്നെ ലവർ, അതാണ് 3ാമത്തെ സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്താണ് കൊടുക്കേണ്ടത്, ഹി സിങ്സ് സോങ്സ് പ്രൈസിങ് ഹിസ് ലവർ ആൻഡ് സൈ സാഡ്ലി. എന്താണ്, പാട്ട് പാടുന്നുണ്ട് അല്ലേ, അവൻ്റെ ലവറിനെ പ്രൈസ് ചെയ്തുകൊണ്ടാണ് പാടുന്നത്. അതുമാത്രമല്ല എന്താണ്, വളരെ ദുഃഖത്തോടു കൂടി ഒരു നെടുവീർപ്പോടു കൂടിയാണ് പാടുന്നത്. കീ ഇമേജറി എന്താണ്, സിംഗിങ് ലൈക്ക് ഫർണീസ് വിത്ത് എ വോഫുൾ ബലാഡ്. അപ്പോൾ സിംഗിങ് ലൈക്ക് എ ഫർണീസ്, ചൂള ഇല്ലേ, തീച്ചൂള, അതിനാണ് ഫർണീസ് എന്ന് പറയുക. വിത്ത് എ വോഫുൾ ബലാഡ്, സങ്കടത്തോടു കൂടിയുള്ള ഒരു പ്രൈസിങ് സോങ് ആണ് പാടുന്നത്. പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, റൊമാൻറ്റിക്, സാഡ് ആൻഡ് ഇമോഷണൽ. റൊമാൻറ്റിക് ആണ്, അതേപോലെ സാഡാണ്, പിന്നെ എന്താണ് ഇമോഷണലുമാണ്. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. 4th സ്റ്റേജ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, സോൾജിയർ ആണ് അല്ലേ. ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഫൈറ്റ് ക്വിക്ക്ലി, സീക്സ് ഫെയിം ആൻഡ് ടേക്ക് ഓട്സ്. പെട്ടെന്ന് തന്നെ എന്താണ് ഫൈറ്റ് ചെയ്യും, പിന്നെ എന്താണ് ഫെയിമിന് പുറകെ എങ്ങനെ പോകും അല്ലേ, ഫെയിം സീക്ക് ചെയ്ത് പോകും. പിന്നെ ടേക്ക് ഓട്സ്, ഓട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ശപഥം അല്ലേ, ശപഥങ്ങൾ എടുക്കും. പിന്നെ ഇമാജിറി എന്ന് പറയുന്നത് ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് ആൻഡ് ബബിൾ റെപ്യൂട്ടേഷൻ. എന്താണ് വിചിത്രമായിട്ടുള്ള ശപഥങ്ങളൊക്കെ ചെയ്യും. അതേപോലെ ആൻഡ് ബബിൾ റെപ്യൂട്ടേഷൻ, അതായത് ഒരു നീർക്കുമുള പോലെയുള്ള പ്രശസ്തി, അതായത് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതല്ല, പെട്ടെന്ന് പൊട്ടിപ്പോകാവുന്ന തരത്തിലുള്ള ബബിൾ റെപ്യൂട്ടേഷൻ്റെ പുറകെയൊക്കെ പോകും. അതാണ് ഇവിടെ ഇമാജിറി ആയിട്ടുള്ളത്. പിന്നെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്, ബ്രേവ് ബട്ട് റെക്ലെസ്, ക്വിക്ക് ടെമ്പേർഡ്. ബ്രേവ് ആണ്, ധീരനാണ്, ധൈര്യശാലിയാണ്, പക്ഷേ റെക്ലെസ് ആണ്, അതായത് വീണ്ടും വിചാരം ഇല്ലാതെ പെട്ടെന്ന് ഓരോന്ന് ചെയ്തു കൂട്ടും. ഷോർട്ട് ടെമ്പേർഡ് ആണ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്റ്റേജാണ്. നെക്സ്റ്റ് സ്റ്റേജ് ഏതാണ്, ജസ്റ്റിസ്, ന്യായാധിപൻ അല്ലേ. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷൻ എന്താ വരിക, ഫുൾ ഓഫ് വൈസ് വേർഡ്സ് ആൻഡ് വൈസ് ഡെസിഷൻസ്. വാക്കുകൾ വളരെ
അർത്ഥവത്തായതും ജ്ഞാനിയുടേതുപോലെയുമായിരിക്കും. ഡിസിഷൻസും അതേപോലെ കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കും. ഓക്കെ, തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ കൃത്യതയോടുകൂടിയായിരിക്കും. അതാണ് വൈസ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കീ ഇമേജറി എന്തൊക്കെയാണ്? ഫെയർ റൗണ്ട് ബെല്ലി അല്ലേ, നല്ല വലിയ വയറുള്ള ആളായിരിക്കും. നമുക്കറിയാം, നല്ല ചിക്കനൊക്കെ കഴിച്ച് നല്ല വലിയ വയറുള്ള ആളായിരിക്കും അല്ലേ. അത് നമ്മൾ പോയം ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വൈസ് സോസ് മീൻസ് സംസാരമാണ്. നല്ല ജ്ഞാനിയെ പോലെയാണ് സംസാരിക്കുക. സിവിയർ ഐസ്, നല്ല രൂക്ഷമായിട്ടുള്ള കണ്ണുകളായിരിക്കും. ആൻഡ് ഫോമൽ കട്ട് എന്ന് പറഞ്ഞാൽ ബിയേർഡൊക്കെ, അതായത് താടിയൊക്കെ നല്ല ഫോമലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് പറയുന്നത് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? റെസ്പെക്റ്റ്ഫുൾ, വൈസ് ആൻഡ് സീരിയസ്, അതായത് ബഹുമാന്യനായിരിക്കും, വൈസായിരിക്കും, ജ്ഞാനിയായിരിക്കും, സീരിയസും ആയിരിക്കും. ഇനി 6ാമത്തെ സ്റ്റേജ് ഓഫ് ലൈഫ് എന്താണ്? പാൻറ്റലൂൺ അല്ലേ, പ്രായമായ വിദൂഷകൻ. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്താണ്? തിൻ ബോഡി, യൂസ് ലൂസ് ക്ലോത്ത്സ്, വിയർ ഗ്ലാസസ് ആൻഡ് സ്പീക്സ് ഹൈ പിച്ച്ഡ് വോയിസ്. എന്തൊക്കെയാണ്? തിൻ ബോഡിയാണ് അല്ലേ, മെലിഞ്ഞ ശരീരമാണ്. ലൂസായിട്ടുള്ള ക്ലോത്ത്സ് ആണ്, വസ്ത്രങ്ങളാണ് ധരിക്കുന്നത്. പിന്നെ ഗ്ലാസ് വെക്കാറുണ്ട്. സ്പീക്സ് ഹൈ പിച്ച്ഡ് വോയിസ്, ഹൈ പിച്ച്ഡ് ആയിട്ടുള്ള വോയിസിലാണ് സംസാരിക്കുക. ഓക്കെ, ഇമാജിനെ നോക്കാം. സ്ലിപ്പേർഡ് പാൻറ്റലൂൺ, സ്പെക്ടക്കിൾസ് ഓൺ നോസ്, ഷ്രങ്ക് ഷാങ്ക്, പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്. എന്തൊക്കെയാണ്? സ്ലിപ്പേർഡ് പാൻറ്റലൂൺ ആണ് അല്ലേ, വള്ളി ചെരുപ്പൊക്കെ ഇട്ടിട്ടുള്ള ആളാണ്. പിന്നെ എന്താണ്? സ്പെക്ടക്കിൾസ് ഓൺ നോസ്, മുക്കിന് മുകളിലായിട്ട് സ്പെക്ടക്കിൾ കണ്ണട വെച്ചിട്ടുണ്ട്. ഷ്രങ്ക് ഷാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ചുരുങ്ങിപ്പോയ കണങ്കാല്, വണ്ണമില്ലാത്ത കണങ്കാല്. പൈപ്സ് ആൻഡ് വിസിൽസ് ഇൻ ഹിസ് സൗണ്ട്സ്, അത് സൗണ്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഏജിലെത്തുമ്പം ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ശബ്ദത്തിൽ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? വീക്ക് ആയിരിക്കും അല്ലേ ആ ഒരു ഏജിലെത്തുമ്പം. പിന്നെ ഫോർഗെറ്റ്ഫുൾ, ഓർമ്മക്കുറവുണ്ടാവും. ആൻഡ് നീഡ്സ് കെയർ അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടമാണ്. ഇനി ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആണല്ലേ. ഇനി ഡിസ്ക്രിപ്ഷൻ എന്താണ്? ദ ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റേജാണ്. റിസംബ്ലിങ് ഇൻഫാൻസി, അതായത് നമ്മളുടെ ശൈശവവുമായിട്ട് വളരെയധികം സാമ്യമുള്ള ഒരു സ്റ്റേജാണ്. ആൻഡ് മാർക്ക്ഡ് ബൈ ഡിപ്പെൻഡൻസി, അതായത് ഒരാളെ ആശ്രയിച്ചല്ലാതെ ആ ഒരു കാലത്ത് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ഇമാജറി എന്താണ്? സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ് ആൻഡ് സാൻസ് എവറിത്തിങ്, അതായത് പല്ലുണ്ടാവില്ല, കണ്ണ് അതായത് കാഴ്ച ഉണ്ടാവില്ല, പിന്നെ ടേസ്റ്റ് രുചിയൊന്നും കറക്റ്റായിട്ട് ഉണ്ടാവില്ല. ആൻഡ് സാൻസ് എവറിത്തിങ്, ഒന്നും തന്നെ ഇല്ലാത്തൊരു അവസ്ഥ. അതാണ് ഇമാജറി. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സെക്കൻഡ് ചൈൽഡാണ്, ഡിപ്പെൻഡൻ്റ് ആണ്, പിന്നെന്താണ്? ഹെൽപ്ലെസ്സുമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ബി സെക്ഷനിലെ ക്വസ്റ്റ്യൻ നോക്കാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ടേബിൾ, ഡിസ്കസ് ദ പോയിൻറ്റ്സ് ആൻഡ് റൈറ്റ് എ ബ്രീഫ് പാരഗ്രാഫ് സമ്മറൈസിംഗ് ദ സെൻട്രൽ തീം ഓഫ് ദ എക്സ്ട്രാക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഗൈഡ് ലൈൻസ് ഗിവൻ ബിലോ. അപ്പം നമ്മൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പോയിൻറ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് എന്താണ്, ഒരു സമ്മറി പോലെ നമ്മളൊരു ചെറിയ പാരഗ്രാഫ് ഈ തീംസൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. താഴെ കുറച്ച് ടിപ്സും ഗൈഡ് ലൈൻസും ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കൊരു സമ്മറി പോലെ എഴുതണം. ഓക്കെ, ദ 7 Ages ഓഫ് മാൻ റിട്ടൺ ബൈ ആരാണ് എഴുതിയത്? വില്യം ഷേക്സ്പിയർ. ഈസ് ടേക്കൺ ഫ്രം ദ പ്ലേ ആസ് യു ലൈക്ക് ഇറ്റ്. എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറയുന്ന പ്ലേയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇൻ ദിസ് എക്സ്ട്രാക്ട് ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു എ സ്റ്റേജ്. ഈ ഒരു ഭാഗത്തിൽ എന്താണ്? സ്റ്റേജ് ആയിട്ടാണ്, നമ്മളുടെ ഈ ഒരു ലോകത്തിനൊരു സ്റ്റേജ് ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ദ എക്സ്ട്രാക്ട് ഔട്ട്ലൈൻസ് എന്താണ് ഔട്ട്ലൈൻ ചെയ്യുന്നത്? 7 Ages ഓർ സ്റ്റേജസ് ഓഫ് എ മാൻസ് ലൈഫ്. ഓക്കെ, ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ് ഇസ് ഇൻഫാൻസി. ആദ്യത്തെ സ്റ്റേജ് ഓഫ് ലൈഫ് എന്താണ്? ഇൻഫാൻസി ആണ് അല്ലേ, ശൈശവമാണ്. ആൻഡ് ഇൻഫാൻറ്റ് ക്രൈസ് ആൻഡ് നീഡ്സ് കെയർ. ഒരു കുഞ്ഞുകുട്ടിക്ക് എന്താണ്? കുഞ്ഞുകുട്ടി കരയുകയും അതേപോലെ കെയർ ആവശ്യമായിട്ടുള്ള സമയവുമാണ്. ഇൻ ദ സ്റ്റേജ് ദ ഇൻഫാൻറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഓൾവേസ് നീഡ്സ് കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ. ഈ ഒരു സ്റ്റേജിൽ ഒരു ഇൻഫാൻറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഒരാളെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുക. ആൻഡ് ഓൾവേസ് നീഡ്സ് കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ, ഒരു എപ്പോഴും അറ്റൻഷൻ കെയർ കിട്ടിക്കൊണ്ടേ ഇരിക്കണം അല്ലേ, ശ്രദ്ധ കിട്ടിക്കൊണ്ടേ ഇരിക്കണം. പിന്നെന്താണ്? ദെൻ കംസ് ചൈൽഡ്ഹുഡ്. അതിനുശേഷം വരുന്ന സ്റ്റേജ് ഏതാണ്? ചൈൽഡ്ഹുഡാണ്. ഇതിൻ്റെ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യുന്നത് വേറെ സെപ്പറേറ്റ് ഒരു പേജിലാണ്. നിങ്ങൾ ഈ ഭാഗത്ത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഫില്ല് ചെയ്യുക കേട്ടോ. ഹി ഗോസ് ടു സ്കൂൾ അൺവില്ലിംഗ്ലി വിത്ത് ഹിസ് ബാഗ് ആൻഡ് എ സാഡ് ഫേസ്. എന്താണ്? അവൻ മനസ്സോടെയാണ് സ്കൂളിലേക്ക് ബാഗൊക്കെ ആയിട്ട് ഒരു സാഡ് ഫേസോട് കൂടിയാണ് പോകുന്നത്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഹി ബിക്കെയിം എ യങ് മാൻ. അടുത്ത സ്റ്റേജിൽ ഒരു യങ് മാൻ ആവുന്നു. ദ സ്റ്റേജ് ഇസ് നോൺ ആസ് ദ ലവർ, അല്ലെങ്കിൽ ലവർ സ്റ്റേജ് എന്ന് പറയാം. റൈറ്റിംഗ് പോംസ് ഫോർ ഹിസ് ബിലവഡ്. ബിലവഡിന് വേണ്ടിയിട്ട്, അതായത് പ്രിയതമയ്ക്ക് വേണ്ടിയിട്ട്
പോംസ് എഴുതുന്ന ഒരു സ്റ്റേജാണിത്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഹി ബിക്കെയിം എ ബ്രേവ് ആൻഡ് സ്ട്രോങ് സോൾജിയർ. അടുത്ത സ്റ്റേജിൽ എന്താണ്, വളരെ ധീരനും സ്ട്രോങ്ങും ആയിട്ടുള്ള ഒരു സോൾജിയറായിട്ട് മാറുന്നു. സീക്കിംഗ് അപ്പ് ബബിൾ റെപ്യൂട്ടേഷൻ, എന്താണ്, ഒരു നീർക്കുമ്പള പോലെ പൊട്ടിപ്പോകുന്ന റെപ്യൂട്ടേഷന് പുറകെ പോകുന്ന ഒരു സോൾജിയറാണ്. ആഫ്റ്റർ ദാറ്റ് ഹി ബിക്കെയിം എ ജസ്റ്റിസ് വൈസ് ആൻഡ് ഫോമൽ. അതിനുശേഷം എന്താണ്, ന്യായാധിപനാണ് അല്ലേ, വൈസും ഫോമലുമാണ്. ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ് ഹി ഗ്രൂ ഓൾഡർ ആൻഡ് ബിക്കെയിം തിൻ ആൻഡ് വീക്ക്, ഹിസ് വോയിസ് ടേണിങ് ഇൻ ടു എ ചൈൽഡിഷ് ട്രബിൾ. അപ്പം അടുത്ത സ്റ്റേജിൽ എന്താണ്, പ്രായം ആവുകയാണ്. അപ്പം എന്താണ്, മെലിയും അല്ലേ, തിന്നാവും, അതേപോലെ വീക്കാവും, പിന്നെ വോയിസ് ഒക്കെ കുട്ടികളുടേതുപോലെ ആവും. ഫൈനലി ഹി റീച്ചസ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്. അവസാനം എന്താണ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫിലെത്തും. ദ സെക്കൻഡ് ചൈൽഡ്ഹുഡ്, അതാണ് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. വെർ ഹി ബിക്കംസ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ്. അവിടെ എന്താണ്, പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ വരികയാണ്. ആൻഡ് ഓൾവേസ് നീഡ്സ് കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ ലൈക്ക് എ ബേബി. ഒരു ബേബിനെ പോലെ സ്ഥിരമായിട്ട് ശ്രദ്ധ കിട്ടേണ്ട ഒരു കാലഘട്ടമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.